PSC ഷോർട്ട് നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട 100 GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാലങ്ങളുടെ നഗരം വെനീസ്. ഭാരതരത്നം നേടിയ ആദ്യ ഉപകരണ സംഗീത വിദഗ്ധൻ പണ്ഡിറ്റ് രവിശങ്കർ. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി. ഭാരത് ഭവൻ എന്ന മൾട്ടി ആർട്ട് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന നഗരം ഭോപ്പാൽ. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം 1956. ഭീമൻ പാണ്ഡെയുടെ സ്വദേശം ചൈന. ഭൂട്ടാൻ്റെ തലസ്ഥാനം തിമ്പു. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദ്വീപ് ബോർണിയോ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി ഇംപീച്ച്മെൻറ്റ്. പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്യൻസ്. പ്രസിഡന്റിൻ്റെ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം നീലക്കുയിൽ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നീലം സജീവ റെഡ്ഡി. പ്രസിഡന്റും ക്യാബിനറ്റും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. പ്രാചീന കാലത്ത് യവനപ്രിയ എന്നറിയപ്പെട്ടത് കുരുമുളക്. പ്രാചീന കാലത്ത് ഹെൽവേഷ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടത് ശങ്കരാചാര്യർ. പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന സസ്തനം വവ്വാൽ. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന കളിസ്ഥലത്തിൻ്റെ പേര് റോൾഗാരോ. ശ്രീലങ്കയിലെ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച യൂറോപ്യൻ രാഷ്ട്രം നോർവേ. 1952 ജൂലൈ 24 ഷെയ്ഖ് അബ്ദുള്ളയുമായി കാശ്മീർ കരാറിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു. 1970 ഡിസംബർ 27 മുതൽ 30 വരെ എവിടെ ചേർന്ന സമ്മേളനത്തിലാണ് സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI രൂപം കൊണ്ടത്? തിരുവനന്തപുരം. 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ ലോകസഭയുടെ കാലാവധി എത്ര വർഷമായി ഉയർത്തി? 6 വർഷം. 1984 ജൂണിൽ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ നിന്ന് സിഖ് ഭീകരരെ പുറത്താക്കാൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പദ്ധതിക്ക് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 27 വർഷം തടവനുഭവിച്ച ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാവ് നെൽസൺ മണ്ടേല. 99 വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായതെപ്പോൾ? 1924. മനുഷ്യവർഗം ആവിർഭവിച്ചത് ആഫ്രിക്കയിലാണെന്ന വാദം ആദ്യമായി ഉന്നയിച്ചത് ചാൾസ് ഡാർവിൻ. മനുഷ്യ ശരീരത്തിലെ രാസശാല കരൾ. മനുഷ്യൻ്റെ കഴുത്തിലെ അസ്ഥികൾ 7. മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, ജന്മം കൊണ്ട് ആരും വിശുദ്ധരല്ല എന്നു പറഞ്ഞത് മഹാത്മാ ഫൂലെ. അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. അർജന്റീനയിലും ഉറുഗ്വേയിലുമായി കാണപ്പെടുന്ന പുൽമേടുകളുടെ പേര് പാമ്പാസ്. മഞ്ഞുകാലത്ത് ചില ജീവികൾ നീണ്ട ഉറക്കത്തിലേർപ്പെടുന്ന പ്രതിഭാസം ഹൈബർനേഷൻ. അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി വനിത KC ഏലമ്മ. അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ. അമൃത്സർ നഗരത്തിന് അടിത്തറയിട്ട സിഖ് ഗുരു രാംദാസ്. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം. മറിയാന ട്രെഞ്ച് ഏതു സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ശിവജി. മറിയ മോണ്ടിസോറി ജനിച്ച രാജ്യം ഇറ്റലി. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനം മലപ്പുറം. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് ഇടശ്ശേരി.
മഴവില്ലുണ്ടാകുന്നതിനു കാരണമായ പ്രതിഭാസം പ്രകാശപ്രകീർണനം. അക്ബറുടെ മിത്രമായിരുന്ന അബ്ദുൾ ഫസലിനെ കൊല്ലിച്ചത് ജഹാംഗീർ. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് മീഥെയ്ൻ. അജണ്ട 21 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി സംരക്ഷണം. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കിളിമഞ്ചാരോ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ ഭരണത്തലവൻ ലഫ്റ്റനന്റ് ഗവർണർ. യക്ഷഗാനം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കർണാടകം. ആർതർ കോനൻ ഡോയലിൻ്റെ ആദ്യത്തെ അപസർപ്പക നോവൽ സ്റ്റഡി ഇൻ സ്കാർലറ്റ്. ആരുടെ ഭരണകാലത്താണ് സെൻറ് തോമസ് ഇന്ത്യയിലെത്തിയത്? ഗോണ്ടോഫെർണസ്. ആരുടെ കുതിരയാണ് ബ്യൂസിഫാലസ്? അലക്സാണ്ടർ ചക്രവർത്തി. ആത്മകഥ രചിച്ച ആദ്യ മുഗൾ രാജാവ് ബാബർ. ഇന്ത്യ ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ക്യാപ്റ്റനായിരുന്നത് കപിൽ ദേവ്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി മ്യൂസിയം എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ നടി മന്ദാകിനി. ഇന്ത്യയിൽ അവിശ്വാസ പ്രമേയം വഴി പുറത്തുപോയ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി ഡോക്ടർ MR മേനോൻ. ഇന്ത്യയിൽ ധാതുപര്യവേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പൽ INS ഷൽക്കി. ഇന്ത്യയിൽ ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മന്ദിരമായ കുവത്ത് ഉൽ ഇസ്ലാം മോസ്കിൻ്റെ നിർമ്മാതാവ് കുത്തബ്ദീൻ ഐബക്ക്. ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയാകാതെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ടത് ഏതു പ്രധാനമന്ത്രിയുടെ കാലത്താണ്? PV നരസിംഹറാവു. ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ജില്ല ലോഹിത്. ഇന്ത്യയിൽ ഏതു സ്ഥലത്ത് നിന്നാണ് സതി എന്ന ആചാരം സംബന്ധിച്ച് ഏറ്റവും പഴക്കമുള്ള തെളിവ് ലഭിച്ചത്? ഏറാൻ. ഇന്ത്യയിൽ കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് ആരാണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിൻ്റെ ദേശസാൽക്കരണം പ്രാബല്യത്തിൽ വന്നത് 1973 ജനുവരി 1. ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ അൽബുക്കർക്ക്. ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ ഉത്തരായന രേഖ. ഇന്ത്യയിലെ മിസൈൽ വിക്ഷേപണത്തറ എവിടെയാണ്? ചാന്ദിപൂർ ഓൺ സീ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം കൊൽക്കത്തയിലെ യുവഭാരതി സ്റ്റേഡിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം ഗുവാഹത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരം അഹമ്മദാബാദ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ സയൻസ് അവാർഡിന് അർഹനായത് CNR റാവു. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് RP ദത്ത്. രാഷ്ട്രകൂട വംശം സ്ഥാപിച്ചത് ദന്തിദുർഗൻ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങ്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം റഷ്യ. ഉയരത്തിൽ 2ാം സ്ഥാനമുള്ള പക്ഷി എമു. ഉയരം അളക്കുന്നതിന് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം അൾട്ടിമീറ്റർ. ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഫോർമിക് ആസിഡ്. റാഡ്ക്ലിഫ് രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും. ഉച്ഛ്വസിക്കുന്ന വായുവിലെ ഓക്സിജൻ്റെ അളവ് 16%. റബ്ബർ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ബൊളീവിയ, ബ്രസീൽ. ലണ്ടനിലെ പ്രസിദ്ധമായ തീപിടുത്തം ഉണ്ടായ വർഷം 1666. ലക്ഷദ്വീപിലെ പ്രധാന ഭാഷ മലയാളം.
ലാഹോറിനു പകരം ഡൽഹി തലസ്ഥാനമാക്കിയ അടിമവംശത്തിലെ സുൽത്താൻ ഇൽത്തുമിഷ്. ലുൻ യു എന്ന ഗ്രന്ഥം ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺഫ്യൂഷ്യനിസം. ഋഗ്വേദത്തിൽ ഇന്ദ്ര എന്ന വാക്ക് എത്ര പ്രാവശ്യമുണ്ട്? 250. ഋഗ്വേദത്തിലെ തവള ശ്ലോകം വൈദിക കാലഘട്ടത്തിലെ എന്തിനെക്കുറിച്ച് വിവരം നൽകുന്നു? വിദ്യാഭ്യാസം. APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദേശം രാമേശ്വരം. എത്ര മണിക്കൂറാണ് ഒരു യാമം? 3. എത്ര വിനാഴികയാണ് ഒരു നാഴിക? 60. എത്രാമത്തെ പോപ്പാണ് ജോസഫ് റാറ്റ്സിംഗർ? 265. എന്തിൻ്റെ പ്രതീകമാണ് ത്രാസ്? നീതി. എന്തിൻ്റെ ആവരണമാണ് പെരിക്കാർഡിയം? ഹൃദയം. എന്തരോ മഹാനുഭാവലു എന്ന ഗാനം പാടിയത്? ത്യാഗരാജസ്വാമികൾ.